പാകിസ്ഥാനെ അടിച്ചു നിലംപരിശാക്കി താലിബാൻ സേന. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ അതിർത്തിയിലെ ഖൈബർ പഷ്തൂൺഖ മേഖലയിലെ വസീരിസ്ഥാനിലെ പാകിസ്ഥാൻ സൈനിക ക്യാമ്പിന് നേരെയാണ് അതിഭീകരമായിട്ടുള്ള ആക്രമണം താലിബാൻ നടത്തിയത്. തെഹ്രിക്ക് താലിബാനാണ് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. 25 പാക് സൈനികരെ വധിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. നിരവധി പേർക്ക് പരിക്കേറ്റു. ഈ ഒരു പാകിസ്ഥാന്റെ സൈനിക ക്യാമ്പിനെ ഒന്നാകെ തരിപ്പണമാക്കി തെഹ്രിക്ക് താലിബാന്റെ ആക്രമണം എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. പാകിസ്ഥാൻ സേനയിലെ 2 പ്രധാനപ്പെട്ട ഓഫീസർമാരെ താലിബാൻ സേന തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വാർത്തകളും പാക് മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുകയാണ്. പാകിസ്ഥാന്റെ അതിർത്തി മേഖലകളിൽ റോന്തു ചുറ്റുകയായിരുന്ന, സ്ഥിരം പെട്രോളിംഗ് നടത്തുകയായിരുന്ന പാകിസ്ഥാൻ സൈനിക വാഹനത്തെ ആക്രമിച്ചാണ് 2 സൈനിക ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കി താലിബാൻ സേന കൊണ്ടുപോയത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാന്റെ നിരവധി ഉദ്യോഗസ്ഥരെ താലിബാൻ സേന തട്ടിക്കൊണ്ടുപോവുകയും ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. നിരവധി പേരെ വധിക്കുകയും ചെയ്തിരുന്നു. പാകിസ്ഥാൻ സൈനികരുടെ പാൻസും മറ്റ് യൂണിഫോം ഭാഗങ്ങളും കാബൂളിലും മറ്റ് അഫ്ഗാനിസ്ഥാന്റെ മറ്റ് പ്രധാനപ്പെട്ട നഗരങ്ങളിലും പരസ്യമായി പ്രദർശിപ്പിക്കുകയാണ് താലിബാൻ സേന ചെയ്യുന്നത്. അതായത് പാകിസ്ഥാൻ എന്ന സൈന്യത്തിനെ ഛന്ന ഭിന്നമാക്കുന്നു. പാകിസ്ഥാൻ സേനയെ നിഷ്കരുണം ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു. ഈ താലിബാന്റെ ആക്രമണം ഭയന്ന് പാകിസ്ഥാൻ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. കിലോമീറ്ററുകളോളം പാകിസ്ഥാൻ സേന ഉൾവലിയുന്നു. താലിബാന്റെ ആക്രമണം കടന്നൽക്കൂട് തുറന്നു വിടുന്നത് പോലെയാണ്. അതിഭീകരമായ ആക്രമണം. പാകിസ്ഥാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് താലിബാൻ ഇത്രത്തോളം സൈനിക കരുത്ത് എവിടെ നിന്നാണ്, താലിബാൻ ഇത്രത്തോളം സൈനികപരമായി കരുത്താർജിച്ചത് എന്നാണ്, പാകിസ്ഥാൻ ഇത്രത്തോളം ആയുധങ്ങൾ എവിടെ നിന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതിർത്തിയിൽ പാകിസ്ഥാന്റെ പോസ്റ്റുകൾക്ക് നേരെ സമീപത്തെത്തി കൈബോംബുകൾ വലിച്ചെറിയുന്ന താലിബാൻ, തെഹ്രിക്ക് താലിബാന്റെ പോരാളികൾ, അവരുടെ ആക്രമണ രീതി. മുൻപൊക്കെ ചാവേർ ആക്രമണം, കുഴിബോംബ് സ്ഫോടനം, അല്ലെങ്കിൽ സ്വയം ബോംബായി, മനുഷ്യ ബോംബായി കൊണ്ട് നടത്തുന്ന ആക്രമണങ്ങൾ, ഇതൊക്കെയായിരുന്നു താലിബാന്റെ ആക്രമണ രീതിയും തെഹ്രിക്ക് താലിബാന്റെ ആക്രമണ രീതിയും. എന്നാൽ ഇന്ന് അതല്ല. ഇന്നൊരു ഒത്ത സൈനിക സംവിധാനത്തിനെ പോലെ ഒരു രാജ്യത്തിന്റെ സൈന്യം എങ്ങനെയാണോ പോരാടുന്നത്, എങ്ങനെയാണോ യുദ്ധം ചെയ്യുന്നത്, അതിന് സമാനമായ യുദ്ധമാണ് തെഹ്രിക്ക് താലിബാനും താലിബാൻ സേനയും ഒക്കെ നടത്തുന്നത്. പാകിസ്ഥാനെ ഛന്ന ഭിന്നമാക്കുന്നു. പാകിസ്ഥാനെ നെടുകയും കുറുകയും പിളർത്താനുള്ള ആക്രമണം. പാകിസ്ഥാന്റെ പത്തിക്കടിച്ച് താഴ്ത്തുകയാണ്. പെരുമ കേട്ട അല്ലെങ്കിൽ വലിയ വീമ്പിളക്കുന്ന പാകിസ്ഥാൻ സൈന്യത്തിന് താലിബാന്റെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. പാകിസ്ഥാന്റെ വ്യോമാക്രമണത്തിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെയാണ് ആക്രമിക്കുന്നത്. ഈ യുദ്ധത്തിന് 2 വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, പാകിസ്ഥാൻ ആക്രമിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ സാധാരണക്കാരെയാണ്. എന്നാൽ തിരിച്ച് താലിബാനോ പാകിസ്ഥാൻ സേനയാണ് ആക്രമിക്കുന്നത്. ഇപ്പോൾ ഇതാ പാകിസ്ഥാൻ സേന ആകപ്പാടെ വിഘടിച്ചു നിൽക്കുന്നു. ഈ താലിബാന്റെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ നിരവധി പാകിസ്ഥാൻ സേനാംഗങ്ങൾ സൈന്യം വിടുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. പാകിസ്ഥാൻ സേനയിൽ തന്നെ കലാപം. ഷഹബാസ് ഷെരീഫിന്റെയും അസീം മുനീറിന്റെ നിർദ്ദേശങ്ങളെ അവഗണിച്ചുകൊണ്ട് സൈന്യത്തിൽ നിന്ന് കൂട്ട രാജി എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. പാകിസ്ഥാൻ ഒരു സൈനിക അട്ടിമറിയിലേക്കോ പാകിസ്ഥാനിലൊരു ജനകീയ വിപ്ലവമാണോ ഉണ്ടാകാൻ പോകുന്നത്? ഇത്തരത്തിലുള്ള ചില വാർത്തകളാണ് പുറത്തു വരുന്നത്. പാകിസ്ഥാൻ ആകെ തകരുന്നു. പാകിസ്ഥാൻ തരിപ്പണമാകാൻ പോകുന്നു.